ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ വീഡിയോയിൽ അധ്യായവും വാക്യവും ഏത് എന്ന ചോദ്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഓപ്ഷനോട് കൂടിയ 100 ചോദ്യോത്തരങ്ങളാണ് അവതരിപ്പിക്കുന്നത്. ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ചോദ്യം 1. കർത്താവ് തൻ്റെ ജനത്തെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നു എന്ന് കേട്ട് നവോമി മരുമക്കളോടുകൂടെ മോവാബിൽ നിന്ന് തിരികെ പോകാൻ ഒരുങ്ങി. എ. റൂത്ത് 1:22, ബി. റൂത്ത് 2:4, സി. റൂത്ത് 3:7, ഡി. റൂത്ത് 1:6. ഉത്തരം ഡി. റൂത്ത് 1:6. ചോദ്യം 2. അമ്മ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും. മരണം തന്നെ എന്നെ അമ്മയിൽ നിന്നു വേർപെടുത്തിയാൽ കർത്താവ് എന്ത് ശിക്ഷയും എനിക്ക് നൽകിക്കൊള്ളട്ടെ. എ. റൂത്ത് 3:6, ബി. റൂത്ത് 2:12, സി. റൂത്ത് 1:17, ഡി. റൂത്ത് 2:20. ഉത്തരം സി. റൂത്ത് 1:17. ചോദ്യം 3. അങ്ങനെ നവോമി മോവാബിൽ നിന്ന് അവിടുത്തുകാരിയായ മരുമകൾ റൂത്തിനോടുകൂടെ തിരിച്ചെത്തി. ബാർലിക്കൊയ്ത്ത് തുടങ്ങിയപ്പോഴാണ് അവർ ബത്ലഹേമിൽ എത്തിയത്. എ. റൂത്ത് 1:25, ബി. റൂത്ത് 1:23, സി. റൂത്ത് 1:24, ഡി. റൂത്ത് 1:22. ഉത്തരം ഡി. റൂത്ത് 1:22. ചോദ്യം 4. ബോവാസ് ബത്ലഹേമിൽ നിന്ന് വന്നു. കർത്താവ് നിങ്ങളോട് കൂടെ എന്ന് പറഞ്ഞ് അവൻ കൊയ്ത്തുകാരെ അഭിവാദനം ചെയ്തു. കർത്താവ് അങ്ങയെ അനുഗ്രഹിക്കട്ടെ എന്ന് അവർ പ്രത്യഭിവാദനം ചെയ്തു. എ. റൂത്ത് 3:6, ബി. റൂത്ത് 2:4, സി. റൂത്ത് 4:17, ഡി. റൂത്ത് 3:11. ഉത്തരം ബി. റൂത്ത് 2:4. ചോദ്യം 5. നിന്റെ പ്രവൃത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും. നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. എ. റൂത്ത് 2:20, ബി. റൂത്ത് 3:7, സി. റൂത്ത് 2:12, ഡി. റൂത്ത് 2:20. ഉത്തരം സി. റൂത്ത് 2:20. റൂത്ത് 2:12. ചോദ്യം 6. നവോമി മരുമകളോട് പറഞ്ഞു, ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും കാരുണ്യം കാണിക്കുന്ന കർത്താവ് അവനെ അനുഗ്രഹിക്കട്ടെ. അവൾ തുടർന്നു, അവൻ നമ്മുടെ ബന്ധുവാണ്, ഉറ്റ ബന്ധു. എ. റൂത്ത് 3:8, ബി. റൂത്ത് 4:17, സി. റൂത്ത് 2:11, ഡി. റൂത്ത് 2:20. ഉത്തരം ഡി. റൂത്ത് 2:20. ചോദ്യം 7. അമ്മ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാം എന്ന് അവൾ പറഞ്ഞു. എ. റൂത്ത് 3:6, ബി. റൂത്ത് 3:5, സി. റൂത്ത് 3:7, ഡി. റൂത്ത് 3:8. ഉത്തരം ബി. റൂത്ത് 3:5. ചോദ്യം 9. യൂദായ്ക്ക് താമാറിൽ ജനിച്ച പേരസിൻ്റെ ഭവനം പോലെ ഈ യുവതിയിൽ കർത്താവ് നിനക്ക് തരുന്ന സന്താനങ്ങളിലൂടെ നിൻ്റെ ഭവനവും ആകട്ടെ. എ. റൂത്ത് 1:24, ബി. റൂത്ത് 3:8, സി. റൂത്ത് 4:12, ഡി. റൂത്ത് 4:19. ഉത്തരം സി. റൂത്ത് 4:12. ചോദ്യം 10. അയൽക്കാരായ സ്ത്രീകൾ നവോമിക്ക് ഒരു പുത്രൻ ജനിച്ചിരിക്കുന്നു എന്നു പറഞ്ഞ് ഓബദ് എന്ന് അവന് പേരിട്ടു. അവൻ ദാവീദിൻ്റെ പിതാവായ ജെസയുടെ പിതാവാണ്. എ. റൂത്ത് 1:25, ബി. റൂത്ത് 4:17, സി. റൂത്ത് 4:13, ഡി. റൂത്ത് 4:20. ഉത്തരം ബി. റൂത്ത് 4:17. ചോദ്യം 12. കാരണം ജ്ഞാനമേറുമ്പോൾ ദുഃഖവും ഏറുന്നു, അറിവ് വർദ്ധിക്കുമ്പോൾ വ്യസനവും വർദ്ധിക്കുന്നു. എ. സഭാപ്രസംഗകൻ 3:8, ബി. സഭാപ്രസംഗകൻ 3:11, സി. സഭാപ്രസംഗകൻ 1:18, ഡി. സഭാപ്രസംഗകൻ 3:20. ഉത്തരം
സി സഭാപ്രസംഗകൻ 1:18. ചോദ്യം 13. എൻ്റെ നയനങ്ങൾ അഭിലഷിച്ചതൊന്നും ഞാൻ അവയ്ക്ക് നിഷേധിച്ചില്ല. ഞാൻ അനുഭവിക്കാത്ത സുഖങ്ങളില്ല. എൻ്റെ പ്രയത്നങ്ങളിലെല്ലാം എൻ്റെ ഹൃദയം സന്തോഷിച്ചു. ഇത് എൻ്റെ അധ്വാനത്തിന് ലഭിച്ച പ്രതിഫലം തന്നെയായിരുന്നു. എ സഭാപ്രസംഗകൻ 5:5, ബി സഭാപ്രസംഗകൻ 4:4, സി സഭാപ്രസംഗകൻ 5:18, ഡി സഭാപ്രസംഗകൻ 2:10. ഉത്തരം ഡി സഭാപ്രസംഗകൻ 2:10. ചോദ്യം 14. സൂര്യന് കീഴെ ചെയ്ത അധ്വാനങ്ങളെല്ലാം ഞാൻ വെറുത്തു. കാരണം അവയുടെ ഫലം എൻ്റെ പിൻഗാമിക്ക് വിട്ട് ഞാൻ പോകേണ്ടിയിരിക്കുന്നു. എ സഭാപ്രസംഗകൻ 2:18, ബി സഭാപ്രസംഗകൻ 2:19, സി സഭാപ്രസംഗകൻ 2:20, ഡി സഭാപ്രസംഗകൻ 2:21. ഉത്തരം എ സഭാപ്രസംഗകൻ 2:18. ചോദ്യം 15. ദൈവത്തിൽ നിന്ന് അകന്ന് ഭക്ഷിക്കാനോ ആനന്ദിക്കാനോ ആർക്കാണ് കഴിയുക? എ സഭാപ്രസംഗകൻ 2:19, ബി സഭാപ്രസംഗകൻ 2:20, സി സഭാപ്രസംഗകൻ 2:21, ഡി സഭാപ്രസംഗകൻ 2:25. ഉത്തരം ഡി സഭാപ്രസംഗകൻ 2:25. ചോദ്യം 16. സ്നേഹിക്കാൻ ഒരു കാലം, ദ്വേഷിക്കാൻ ഒരു കാലം, യുദ്ധത്തിന് ഒരു കാലം, സമാധാനത്തിന് ഒരു കാലം. എ സഭാപ്രസംഗകൻ 2:20, ബി സഭാപ്രസംഗകൻ 2:21, സി സഭാപ്രസംഗകൻ 3:8, ഡി സഭാപ്രസംഗകൻ 2:26. ഉത്തരം സി സഭാപ്രസംഗകൻ 3:8. ചോദ്യം 17. എല്ലാം മിഥ്യയാണ്, എല്ലാം ഒരിടത്തേക്ക് പോകുന്നു, എല്ലാം പൊടിയിൽ നിന്നുണ്ടായി, എല്ലാം പൊടിയിലേക്ക് മടങ്ങുന്നു. എ സഭാപ്രസംഗകൻ 2:21, ബി സഭാപ്രസംഗകൻ 2:22, സി സഭാപ്രസംഗകൻ 3:9, ഡി സഭാപ്രസംഗകൻ 3:20. ഉത്തരം ഡി സഭാപ്രസംഗകൻ 3:20. ചോദ്യം 18. എല്ലാ അധ്വാനവും എല്ലാ വൈദഗ്ധ്യവും മനുഷ്യരുടെ പരസ്പര സ്പർദ്ധയുടെ ഫലമാണെന്ന് ഞാൻ ഗ്രഹിച്ചു. ഇതും മിഥ്യയും പാഴ്വേലയുമാണ്. എ സഭാപ്രസംഗകൻ 4:4, ബി സഭാപ്രസംഗകൻ 4:5, സി സഭാപ്രസംഗകൻ 3:8, ഡി സഭാപ്രസംഗകൻ 4:7. ഉത്തരം എ സഭാപ്രസംഗകൻ 4:4. ചോദ്യം 19. ഒരുവന് കാരാഗ്രഹത്തിൽ നിന്ന് സിംഹാസനത്തിലെത്താൻ കഴിഞ്ഞേക്കാം. അവൻ താനിപ്പോൾ ഭരിക്കുന്ന രാജ്യത്ത് ദരിദ്രനായി ജനിച്ചതാവാം. എ സഭാപ്രസംഗകൻ 4:5, ബി സഭാപ്രസംഗകൻ 4:6, സി സഭാപ്രസംഗകൻ 3:9, ഡി സഭാപ്രസംഗകൻ 4:14. ഉത്തരം ഡി സഭാപ്രസംഗകൻ 4:14. ചോദ്യം 20. നേർന്നിട്ട് നിറവേറ്റാത്തതിനേക്കാൾ ഭേദം നേരാതിരിക്കുന്നതാണ്. എ സഭാപ്രസംഗകൻ 4:6, ബി സഭാപ്രസംഗകൻ 4:7, സി സഭാപ്രസംഗകൻ 5:5, ഡി സഭാപ്രസംഗകൻ 4:15. ഉത്തരം സി സഭാപ്രസംഗകൻ 5:5. ചോദ്യം 21. ഒരു സാഹസയത്നത്തിൽ അത് നഷ്ടപ്പെടുന്നു. തൻ്റെ പുത്രന് കൊടുക്കാൻ അവൻ്റെ കൈവശം ഒന്നുമില്ലാതായി. എ സഭാപ്രസംഗകൻ 4:7, ബി സഭാപ്രസംഗകൻ 5:14, സി സഭാപ്രസംഗകൻ 5:6, ഡി സഭാപ്രസംഗകൻ 4:16. ഉത്തരം ബി സഭാപ്രസംഗകൻ 5:14. ചോദ്യം 22. ദൈവദത്തമായ ഈ ഹ്രസ്വജീവിതം മനുഷ്യൻ തിന്നുകുടിച്ചും അധ്വാനഫലം ആസ്വദിച്ചും കഴിക്കുന്നതാണ് ഉത്തമവും യോഗ്യവുമായി ഞാൻ കണ്ടിട്ടുള്ളത്. ഇതാണ് അവൻ്റെ ഗതി. എ സഭാപ്രസംഗകൻ 4:8, ബി സഭാപ്രസംഗകൻ 5:15, സി സഭാപ്രസംഗകൻ 5:18, ഡി സഭാപ്രസംഗകൻ 4:17. ഉത്തരം സി സഭാപ്രസംഗകൻ 5:18. ചോദ്യം 23. ഉദരപൂരണത്തിനാണ് മനുഷ്യൻ്റെ അധ്വാനം മുഴുവൻ, എങ്കിലും അവന് വിശപ്പടങ്ങുന്നില്ല.
എ സഭാപ്രസംഗകൻ 4:9, ബി സഭാപ്രസംഗകൻ 5:16, സി സഭാപ്രസംഗകൻ 5:19, ഡി സഭാപ്രസംഗകൻ 6:7. ഉത്തരം ഡി സഭാപ്രസംഗകൻ 6:7. ചോദ്യം 24. നിഴൽ പോലെ കടന്നുപോകുന്ന ഈ വ്യർത്ഥമായ ഹ്രസ്വജീവിതത്തിൽ മനുഷ്യന് നന്മയായിട്ടുള്ളത് എന്താണെന്ന് ആര് അറിയുന്നു? സൂര്യന് കീഴെ തനിക്ക് ശേഷം എന്ത് സംഭവിക്കുമെന്ന് അവനോട് പറയാൻ ആർക്ക് കഴിയും? എ സഭാപ്രസംഗകൻ 6:12, ബി സഭാപ്രസംഗകൻ 6:13, സി സഭാപ്രസംഗകൻ 6:14, ഡി സഭാപ്രസംഗകൻ 6:15. ഉത്തരം എ സഭാപ്രസംഗകൻ 6:12. ചോദ്യം 25. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. എ യോഹന്നാൻ 6:13, ബി 6:14, സി 6:15, ഡി 1:12. ഉത്തരം ഡി യോഹന്നാൻ 1:12. ചോദ്യം 26. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. എ യോഹന്നാൻ 6:14, ബി യോഹന്നാൻ 6:15, സി യോഹന്നാൻ 1:18, ഡി യോഹന്നാൻ 1:13. ഉത്തരം സി യോഹന്നാൻ 1:18. ചോദ്യം 27. അടുത്ത ദിവസം യേശു തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. എ യോഹന്നാൻ 6:15, ബി യോഹന്നാൻ 6:16, സി യോഹന്നാൻ 1:19, ഡി യോഹന്നാൻ 1:29. ഉത്തരം ഡി യോഹന്നാൻ 1:29. ചോദ്യം 28. യേശു നടന്നു വരുന്നത് കണ്ടു പറഞ്ഞു, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. എ യോഹന്നാൻ 6:16, ബി യോഹന്നാൻ 6:17, സി യോഹന്നാൻ 1:36, ഡി യോഹന്നാൻ 1:30. ഉത്തരം സി യോഹന്നാൻ 1:36. ചോദ്യം 29. നഥാനിയേൽ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെപ്പറ്റി പറഞ്ഞു, ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. എ യോഹന്നാൻ 6:17, ബി യോഹന്നാൻ 1:47, സി യോഹന്നാൻ 1:37, ഡി യോഹന്നാൻ 1:31. ഉത്തരം ബി യോഹന്നാൻ 1:47. ചോദ്യം 30. അവൻ തുടർന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രൻ്റെ മേൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും. എ യോഹന്നാൻ 6:18, ബി യോഹന്നാൻ 1:48, സി യോഹന്നാൻ 1:51, ഡി യോഹന്നാൻ 1:32. ഉത്തരം സി യോഹന്നാൻ 1:51. ചോദ്യം 31. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. എ യോഹന്നാൻ 6:19, ബി യോഹന്നാൻ 1:49, സി യോഹന്നാൻ 1:52, ഡി യോഹന്നാൻ 2:4. ഉത്തരം ഡി യോഹന്നാൻ 2:4. ചോദ്യം 32. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. എ യോഹന്നാൻ 2:7, ബി യോഹന്നാൻ 2:8, സി യോഹന്നാൻ 2:9, ഡി യോഹന്നാൻ 2:10. ഉത്തരം എ യോഹന്നാൻ 2:7. ചോദ്യം 33. അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളയും എന്നെഴുതപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അനുസ്മരിച്ചു. എ യോഹന്നാൻ 2:8, ബി യോഹന്നാൻ 2:9, സി യോഹന്നാൻ 2:10, ഡി യോഹന്നാൻ 2:17. ഉത്തരം ഡി യോഹന്നാൻ 2:17. ചോദ്യം 34. എന്നാൽ അവൻ പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന ആലയത്തെപ്പറ്റിയാണ്. എ യോഹന്നാൻ 2:9,
ബി യോഹന്നാൻ 2:10, സി യോഹന്നാൻ 2:21, ഡി യോഹന്നാൻ 2:18. ഉത്തരം സി യോഹന്നാൻ 2:21. ചോദ്യം 35. മനുഷ്യനെപ്പറ്റി ആരുടെയും സാക്ഷ്യം അവന് ആവശ്യമായിരുന്നില്ല. മനുഷ്യനിലുള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു. എ യോഹന്നാൻ 2:10, ബി യോഹന്നാൻ 2:25, സി യോഹന്നാൻ 2:22, ഡി യോഹന്നാൻ 2:19. ഉത്തരം ബി യോഹന്നാൻ 2:25. ചോദ്യം 36. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. എ യോഹന്നാൻ 2:11, ബി യോഹന്നാൻ 2:26, സി യോഹന്നാൻ 3:3, ഡി യോഹന്നാൻ 2:20. ഉത്തരം സി യോഹന്നാൻ 3:3. ചോദ്യം 37. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. എ യോഹന്നാൻ 2:12, ബി യോഹന്നാൻ 2:27, സി യോഹന്നാൻ 3:4, ഡി യോഹന്നാൻ 3:14. ഉത്തരം ഡി യോഹന്നാൻ 3:14. ചോദ്യം 38. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. എ യോഹന്നാൻ 3:17, ബി യോഹന്നാൻ 3:18, സി യോഹന്നാൻ 3:19, ഡി യോഹന്നാൻ 3:20. ഉത്തരം എ യോഹന്നാൻ 3:17. ചോദ്യം 39. തിന്മ പ്രവർത്തിക്കുന്നവൻ പ്രകാശത്തെ വെറുക്കുന്നു, അവൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടാതിരിക്കുന്നതിന് അവൻ വെളിച്ചത്തു വരുന്നുമില്ല. എ യോഹന്നാൻ 3:18, ബി യോഹന്നാൻ 3:19, സി യോഹന്നാൻ 3:23, ഡി യോഹന്നാൻ 3:20. ഉത്തരം ഡി യോഹന്നാൻ 3:20. ചോദ്യം 40. യോഹന്നാൻ പ്രതിവചിച്ചു, സ്വർഗത്തിൽ നിന്നു നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധിക്കുകയില്ല. എ യോഹന്നാൻ 3:19, ബി യോഹന്നാൻ 3:20, സി യോഹന്നാൻ 3:27, ഡി യോഹന്നാൻ 3:21. ഉത്തരം സി യോഹന്നാൻ 3:27. ചോദ്യം 41. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. എ യോഹന്നാൻ 3:20, ബി യോഹന്നാൻ 3:21, സി യോഹന്നാൻ 3:30, ഡി യോഹന്നാൻ 3:22. ഉത്തരം സി യോഹന്നാൻ 3:30. ചോദ്യം 42. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു, എന്നാൽ പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല, ദൈവകോപം അവൻ്റെ മേൽ ഉണ്ട്. എ യോഹന്നാൻ 3:21, ബി യോഹന്നാൻ 3:36, സി യോഹന്നാൻ 3:31, ഡി യോഹന്നാൻ 3:23. ഉത്തരം ബി യോഹന്നാൻ 3:36. ചോദ്യം 43. യേശു പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും. എ യോഹന്നാൻ 3:22, ബി യോഹന്നാൻ 3:37, സി യോഹന്നാൻ 4:13, ഡി യോഹന്നാൻ 3:24. ഉത്തരം സി യോഹന്നാൻ 4:13. ചോദ്യം 44. യേശു പറഞ്ഞു, സ്ത്രീയെ എന്നെ വിശ്വസിക്കുക, ഈ മലയിലോ ജെറുസലേമിലോ നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത സമയം വരുന്നു. എ യോഹന്നാൻ 3:23, ബി യോഹന്നാൻ 3:38, സി യോഹന്നാൻ 4:14, ഡി യോഹന്നാൻ 4:21. ഉത്തരം ഡി യോഹന്നാൻ 4:21. ചോദ്യം 45. ദൈവം ആത്മാവാണ്, അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. എ യോഹന്നാൻ 4:24, ബി യോഹന്നാൻ 4:25, സി യോഹന്നാൻ 4:26, ഡി യോഹന്നാൻ 4:27. ഉത്തരം എ യോഹന്നാൻ 4:24.
ചോദ്യം 46. ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ നിങ്ങൾ വന്ന് കാണുവിൻ. ഇവൻ തന്നെയായിരിക്കുമോ ക്രിസ്തു? എ. യോഹന്നാൻ 4:25, ബി. യോഹന്നാൻ 4:26, സി. യോഹന്നാൻ 4:29, ഡി. യോഹന്നാൻ 4:28. ഉത്തരം സി. യോഹന്നാൻ 4:29. ചോദ്യം 47. യേശു പറഞ്ഞു, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണം. എ. യോഹന്നാൻ 4:26, ബി. യോഹന്നാൻ 4:34, സി. യോഹന്നാൻ 4:30, ഡി. യോഹന്നാൻ 4:29. ഉത്തരം ബി. യോഹന്നാൻ 4:34. ചോദ്യം 48. ഞാൻ ചെയ്തതെല്ലാം അവൻ എന്നോട് പറഞ്ഞു എന്ന ആ സ്ത്രീയുടെ സാക്ഷ്യം മൂലം പട്ടണത്തിലെ സമരിയാക്കാരിൽ അനേകർ അവനിൽ വിശ്വസിച്ചു. എ. യോഹന്നാൻ 4:27, ബി. യോഹന്നാൻ 4:35, സി. യോഹന്നാൻ 4:39, ഡി. യോഹന്നാൻ 4:30. ഉത്തരം സി. യോഹന്നാൻ 4:39. ചോദ്യം 49. അപ്പോൾ യേശു പറഞ്ഞു, അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കുകയില്ലല്ലോ. എ. യോഹന്നാൻ 4:28, ബി. യോഹന്നാൻ 4:36, സി. യോഹന്നാൻ 4:40, ഡി. യോഹന്നാൻ 4:48. ഉത്തരം ഡി. യോഹന്നാൻ 4:48. ചോദ്യം 50. യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക. എ. യോഹന്നാൻ 5:8, ബി. യോഹന്നാൻ 5:9, സി. യോഹന്നാൻ 5:10, ഡി. യോഹന്നാൻ 5:11. ഉത്തരം എ. യോഹന്നാൻ 5:8. ചോദ്യം 51. പിന്നീട് യേശു ദേവാലയത്തിൽ വച്ച് അവനെ കണ്ടപ്പോൾ പറഞ്ഞു, ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. എ. യോഹന്നാൻ 5:9, ബി. യോഹന്നാൻ 5:10, സി. യോഹന്നാൻ 5:11, ഡി. യോഹന്നാൻ 5:14. ഉത്തരം ഡി. യോഹന്നാൻ 5:14. ചോദ്യം 52. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവന് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല. പ്രത്യുത അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. എ. യോഹന്നാൻ 5:10, ബി. യോഹന്നാൻ 5:11, സി. യോഹന്നാൻ 5:24, ഡി. യോഹന്നാൻ 5:15. ഉത്തരം സി. യോഹന്നാൻ 5:24. ചോദ്യം 53. സ്വമേധയാ ഒന്നും ചെയ്യാൻ എനിക്ക് സാധിക്കുകയില്ല. ഞാൻ ശ്രവിക്കുന്നത് പോലെ ഞാൻ വിധിക്കുന്നു. എൻ്റെ വിധി നീതിപൂർവകവുമാണ്. കാരണം എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടമാണ് ഞാൻ അന്വേഷിക്കുന്നത്. എ. യോഹന്നാൻ 5:11, ബി. യോഹന്നാൻ 5:12, സി. യോഹന്നാൻ 5:25, ഡി. യോഹന്നാൻ 5:30. ഉത്തരം ഡി. യോഹന്നാൻ 5:30. ചോദ്യം 54. എന്നെ അയച്ച പിതാവ് തന്നെ എന്നെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അവിടുത്തെ സ്വരം നിങ്ങൾ ഒരിക്കലും കേട്ടിട്ടില്ല, രൂപം കണ്ടിട്ടുമില്ല. എ. യോഹന്നാൻ 5:12, ബി. യോഹന്നാൻ 5:13, സി. യോഹന്നാൻ 5:37, ഡി. യോഹന്നാൻ 5:31. ഉത്തരം സി. യോഹന്നാൻ 5:37. ചോദ്യം 55. നിങ്ങൾ മോശയെ വിശ്വസിച്ചിരുന്നെങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു, കാരണം എന്നെക്കുറിച്ച് അവൻ എഴുതിയിരിക്കുന്നു. എ. യോഹന്നാൻ 5:13, ബി. യോഹന്നാൻ 5:14, സി. യോഹന്നാൻ 5:38, ഡി. യോഹന്നാൻ 5:46. ഉത്തരം ഡി. യോഹന്നാൻ 5:46. ചോദ്യം 56. യേശു പറഞ്ഞു, ആളുകളെയെല്ലാം ഭക്ഷണത്തിനിരുത്തുവിൻ. ആ സ്ഥലത്ത് പുല്ല് തഴച്ചു വളർന്നിരുന്നു. 5000-ഓളം വരുന്ന പുരുഷന്മാർ അവിടെ ഇരുന്നു. എ. യോഹന്നാൻ 6:10, ബി. യോഹന്നാൻ 6:11, സി. യോഹന്നാൻ 6:12, ഡി. യോഹന്നാൻ 6:13. ഉത്തരം എ. യോഹന്നാൻ 6:10.
ചോദ്യം 57. നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവൻ്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. എന്തെന്നാൽ പിതാവായ ദൈവം അവൻ്റെ മേൽ അംഗീകാരമുദ്ര വച്ചിരിക്കുന്നു. എ യോഹന്നാൻ 6:11, ബി യോഹന്നാൻ 6:12, സി യോഹന്നാൻ 6:13, ഡി യോഹന്നാൻ 6:27. ഉത്തരം ഡി യോഹന്നാൻ 6:27. ചോദ്യം 58. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ്. എ യോഹന്നാൻ 6:12, ബി യോഹന്നാൻ 6:13, സി യോഹന്നാൻ 6:38, ഡി യോഹന്നാൻ 6:28. ഉത്തരം സി യോഹന്നാൻ 6:38. ചോദ്യം 59. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കലേക്ക് വരാൻ സാധിക്കുകയില്ല. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയിർപ്പിക്കും. എ യോഹന്നാൻ 6:13, ബി യോഹന്നാൻ 6:44, സി യോഹന്നാൻ 6:39, ഡി യോഹന്നാൻ 6:29. ഉത്തരം ബി യോഹന്നാൻ 6:44. ചോദ്യം 60. ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിനു വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. എ യോഹന്നാൻ 6:14, ബി യോഹന്നാൻ 6:45, സി യോഹന്നാൻ 6:50, ഡി യോഹന്നാൻ 6:30. ഉത്തരം സി യോഹന്നാൻ 6:50. ചോദ്യം 61. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയിർപ്പിക്കും. എ യോഹന്നാൻ 6:15, ബി യോഹന്നാൻ 6:46, സി യോഹന്നാൻ 6:51, ഡി യോഹന്നാൻ 6:54. ഉത്തരം ഡി യോഹന്നാൻ 6:54. ചോദ്യം 62. ഇത് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പമാണ്. പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു, എങ്കിലും മരിച്ചു. അതുപോലെയല്ല ഈ അപ്പം. ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. എ യോഹന്നാൻ 6:58, ബി യോഹന്നാൻ 6:59, സി യോഹന്നാൻ 6:60, ഡി യോഹന്നാൻ 6:61. ഉത്തരം എ യോഹന്നാൻ 6:58. ചോദ്യം 63. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. എ യോഹന്നാൻ 6:59, ബി യോഹന്നാൻ 6:60, സി യോഹന്നാൻ 6:61, ഡി യോഹന്നാൻ 6:63. ഉത്തരം ഡി യോഹന്നാൻ 6:63. ചോദ്യം 64. ശിമിയോൻ പത്രോസ് മറുപടി പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട്. എ യോഹന്നാൻ 6:60, ബി യോഹന്നാൻ 6:61, സി യോഹന്നാൻ 6:68, ഡി യോഹന്നാൻ 6:64. ഉത്തരം സി യോഹന്നാൻ 6:68. ചോദ്യം 65. യേശു ഗലീലിയിൽ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരുന്നു. യഹൂദർ അവനെ വധിക്കാൻ അവസരം പാർത്തിരുന്നതിനാൽ യൂദയായിൽ സഞ്ചരിക്കാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല. എ യോഹന്നാൻ 6:61, ബി യോഹന്നാൻ 7:1, സി യോഹന്നാൻ 6:69, ഡി യോഹന്നാൻ 6:65. ഉത്തരം ബി യോഹന്നാൻ 7:1. ചോദ്യം 66. ആളുകൾ അവനെപ്പറ്റി രഹസ്യമായി പലതും പറഞ്ഞിരുന്നു. അവൻ ഒരു നല്ല മനുഷ്യനാണ് എന്ന് ചിലർ പറഞ്ഞു. അല്ല, അവൻ ജനങ്ങളെ വഴിപിഴപ്പിക്കുന്നു എന്ന് മറ്റു ചിലരും. എ യോഹന്നാൻ 6:62, ബി യോഹന്നാൻ 7:2, സി യോഹന്നാൻ 7:12, ഡി യോഹന്നാൻ 6:66. ഉത്തരം സി യോഹന്നാൻ 7:12. ചോദ്യം 67. സ്വമേധയാ സംസാരിക്കുന്നവൻ സ്വന്തം മഹത്വം അന്വേഷിക്കുന്നു, എന്നാൽ തന്നെ അയച്ചവൻ്റെ മഹത്വം അന്വേഷിക്കുന്നവൻ സത്യവാനാണ്, അവനിൽ അനീതിയില്ല. എ യോഹന്നാൻ 6:63, ബി യോഹന്നാൻ 7:3, സി യോഹന്നാൻ 7:13, ഡി യോഹന്നാൻ 7:18. ഉത്തരം ഡി യോഹന്നാൻ 7:18.
ചോദ്യം 68. പുറമേ കാണുന്നതനുസരിച്ച് വിധിക്കാതെ നീതിയായി വിധിക്കുവിൻ. എ യോഹന്നാൻ 7:24, ബി യോഹന്നാൻ 7:25, സി യോഹന്നാൻ 7:26, ഡി യോഹന്നാൻ 7:27. ഉത്തരം എ യോഹന്നാൻ 7:24. ചോദ്യം 69. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നതുപോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. എ യോഹന്നാൻ 7:25, ബി യോഹന്നാൻ 7:38, സി യോഹന്നാൻ 7:27, ഡി യോഹന്നാൻ 7:28. ഉത്തരം ബി യോഹന്നാൻ 7:38. ചോദ്യം 70. ക്രിസ്തു ദാവീദിൻ്റെ സന്താന പരമ്പരയിൽ നിന്നാണെന്നും ദാവീദിൻ്റെ ഗ്രാമമായ ബെത്ലഹേമിൽ നിന്ന് അവൻ വരുമെന്നുമല്ലേ വിശുദ്ധ ലിഖിതം പറയുന്നത്? എ യോഹന്നാൻ 7:26, ബി യോഹന്നാൻ 7:39, സി യോഹന്നാൻ 7:42, ഡി യോഹന്നാൻ 7:29. ഉത്തരം സി യോഹന്നാൻ 7:42. ചോദ്യം 71. ഒരുവന് പറയാനുള്ളത് ആദ്യം കേൾക്കാതെയും അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെയും അവനെ വിധിക്കാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ? എ യോഹന്നാൻ 7:27, ബി യോഹന്നാൻ 7:40, സി യോഹന്നാൻ 7:43, ഡി യോഹന്നാൻ 7:51. ഉത്തരം ഡി യോഹന്നാൻ 7:51. ചോദ്യം 72. അവർ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നതിനാൽ അവൻ നിവർന്ന് അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപം ഇല്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. എ യോഹന്നാൻ 8:7, ബി യോഹന്നാൻ 8:8, സി യോഹന്നാൻ 8:9, ഡി യോഹന്നാൻ 8:10. ഉത്തരം എ യോഹന്നാൻ 8:7. ചോദ്യം 73. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. എ യോഹന്നാൻ 8:8, ബി യോഹന്നാൻ 8:9, സി യോഹന്നാൻ 8:10, ഡി യോഹന്നാൻ 8:32. ഉത്തരം ഡി യോഹന്നാൻ 8:32. ചോദ്യം 74. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരിക്കുകയില്ല. എ യോഹന്നാൻ 8:9, ബി യോഹന്നാൻ 8:10, സി യോഹന്നാൻ 8:51, ഡി യോഹന്നാൻ 8:33. ഉത്തരം സി യോഹന്നാൻ 8:51. ചോദ്യം 75. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രാഹം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ ഉണ്ട്. എ യോഹന്നാൻ 8:10, ബി യോഹന്നാൻ 8:11, സി യോഹന്നാൻ 8:52, ഡി യോഹന്നാൻ 8:58. ഉത്തരം ഡി യോഹന്നാൻ 8:58. ചോദ്യം 76. ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. എ യോഹന്നാൻ 8:11, ബി യോഹന്നാൻ 9:5, സി യോഹന്നാൻ 8:53, ഡി യോഹന്നാൻ 8:59. ഉത്തരം ബി യോഹന്നാൻ 9:5. ചോദ്യം 77. യേശു പറഞ്ഞു, കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ അന്ധരായിത്തീരുകയും ചെയ്യേണ്ടതിന് ന്യായവിധിക്കായിട്ടാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത്. എ യോഹന്നാൻ 8:12, ബി യോഹന്നാൻ 9:6, സി യോഹന്നാൻ 9:39, ഡി യോഹന്നാൻ 8:60. ഉത്തരം സി യോഹന്നാൻ 9:39. ചോദ്യം 78. ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. എ യോഹന്നാൻ 8:13, ബി യോഹന്നാൻ 9:7, സി യോഹന്നാൻ 9:40, ഡി യോഹന്നാൻ 10:11. ഉത്തരം ഡി യോഹന്നാൻ 10:11. ചോദ്യം 79. യേശു അവരോട് ചോദിച്ചു, നിങ്ങൾ ദൈവങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു എന്ന് നിങ്ങളുടെ നിയമത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ? എ യോഹന്നാൻ 10:34, ബി യോഹന്നാൻ 10:35, സി യോഹന്നാൻ 10:36, ഡി യോഹന്നാൻ 10:37. ഉത്തരം എ യോഹന്നാൻ 10:34. ചോദ്യം 80.
ദീദിമോസ് എന്ന തോമസ് അപ്പോൾ മറ്റ് ശിഷ്യന്മാരോട് പറഞ്ഞു, അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം. എ യോഹന്നാൻ 10:35, ബി യോഹന്നാൻ 10:36, സി യോഹന്നാൻ 10:37, ഡി യോഹന്നാൻ 11:16. ഉത്തരം ഡി യോഹന്നാൻ 11:16. ചോദ്യം 81. യേശു അവളോട് ചോദിച്ചു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? എ യോഹന്നാൻ 10:36, ബി യോഹന്നാൻ 10:37, സി യോഹന്നാൻ 11:40, ഡി യോഹന്നാൻ 11:17. ഉത്തരം സി യോഹന്നാൻ 11:40. ചോദ്യം 82. ദരിദ്രർ എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട്, ഞാൻ എപ്പോഴും നിങ്ങളോടൊത്തുണ്ടായിരിക്കുകയില്ല. എ യോഹന്നാൻ 10:37, ബി യോഹന്നാൻ 12:8, സി യോഹന്നാൻ 11:41, ഡി യോഹന്നാൻ 11:18. ഉത്തരം ബി യോഹന്നാൻ 12:8. ചോദ്യം 83. സിയോൻ പുത്രി ഭയപ്പെടേണ്ട, ഇതാ നിന്റെ രാജാവ് കഴുതക്കുട്ടിയുടെ പുറത്ത് എഴുന്നള്ളുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. എ യോഹന്നാൻ 10:38, ബി യോഹന്നാൻ 12:9, സി യോഹന്നാൻ 12:15, ഡി യോഹന്നാൻ 11:19. ഉത്തരം സി യോഹന്നാൻ 12:15. ചോദ്യം 84. തിന്മ നിറഞ്ഞ ഈ യുഗത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കേണ്ടതിന് നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ അഭീഷ്ടമനുസരിച്ച് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ തന്നെത്തന്നെ ബലിയർപ്പിച്ചു. എ ഗലാത്യ 1:15, ബി ഗലാത്യ 1:16, സി ഗലാത്യ 1:17, ഡി ഗലാത്യ 1:4. ഉത്തരം ഡി ഗലാത്യ 1:4. ചോദ്യം 85. എന്നാൽ ഞാൻ മാതാവിൻ്റെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ദൈവം എന്നെ പ്രത്യേകം തിരഞ്ഞെടുത്തു, തൻ്റെ കൃപയാൽ അവിടുന്ന് എന്നെ വിളിച്ചു. എ ഗലാത്യ 1:15, ബി ഗലാത്യ 1:16, സി ഗലാത്യ 1:17, ഡി ഗലാത്യ 1:18. ഉത്തരം എ ഗലാത്യ 1:15. ചോദ്യം 86. പാവങ്ങളെപ്പറ്റി ചിന്ത വേണം എന്ന് മാത്രമേ ഞങ്ങളോട് അവർ ആവശ്യപ്പെട്ടുള്ളൂ. അതുതന്നെയാണ് എൻ്റെ തീവ്രമായ താൽപ്പര്യം. എ ഗലാത്യ 1:16, ബി ഗലാത്യ 1:17, സി ഗലാത്യ 1:18, ഡി ഗലാത്യ 2:10. ഉത്തരം ഡി ഗലാത്യ 2:10. ചോദ്യം 87. ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് എഴുതിയിരിക്കുന്നു. എ ഗലാത്യ 1:17, ബി ഗലാത്യ 1:18, സി ഗലാത്യ 3:13, ഡി ഗലാത്യ 2:11. ഉത്തരം സി ഗലാത്യ 3:13. ചോദ്യം 88. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്. എ ഗലാത്യ 1:18, ബി ഗലാത്യ 3:26, സി ഗലാത്യ 3:14, ഡി ഗലാത്യ 2:12. ഉത്തരം ബി ഗലാത്യ 3:26. ചോദ്യം 89. ആകയാൽ നീ ഇനിമേൽ ദാസനല്ല, പിന്നെയോ പുത്രനാണ്. പുത്രനെങ്കിൽ ദൈവഹിതമനുസരിച്ച് അവകാശിയുമാണ്. എ ഗലാത്യ 1:19, ബി ഗലാത്യ 3:27, സി ഗലാത്യ 4:7, ഡി ഗലാത്യ 2:13. ഉത്തരം സി ഗലാത്യ 4:7. ചോദ്യം 90. എന്തെന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പരിച്ഛേദനമോ അപരിച്ഛേദനമോ കാര്യമല്ല, സ്നേഹത്തിലൂടെ പ്രവർത്തനനിരതമായ വിശ്വാസമാണ് സുപ്രധാനം. എ ഗലാത്യ 1:20, ബി ഗലാത്യ 3:28, സി ഗലാത്യ 4:8, ഡി ഗലാത്യ 5:6. ഉത്തരം ഡി ഗലാത്യ 5:6. ചോദ്യം 91. എന്തെന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിന് എതിരാണ്, ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരാണ്. അവ പരസ്പരം എതിർക്കുന്നത് നിമിത്തം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു. എ ഗലാത്യ 5:17, ബി ഗലാത്യ 5:18, സി ഗലാത്യ 5:19, ഡി ഗലാത്യ 5:20.
ഉത്തരം എ ഗലാത്യ 5:17. ചോദ്യം 92. എന്തെന്നാൽ സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കും, ആത്മാവിനായി വിതയ്ക്കുന്നവനാകട്ടെ ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്തെടുക്കും. എ ഗലാത്യ 5:18, ബി ഗലാത്യ 5:19, സി ഗലാത്യ 6:8, ഡി ഗലാത്യ 5:21. ഉത്തരം സി ഗലാത്യ 6:8. ചോദ്യം 93. അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. ഞാൻ അവനെ കർത്താവിനോട് ചോദിച്ചു വാങ്ങിയതാണ് എന്ന് പറഞ്ഞ് അവൾ അവന് സാമുവൽ എന്നു പേരിട്ടു. എ 1 സാമുവൽ 5:19, ബി 1 സാമുവൽ 5:20, സി 1 സാമുവൽ 6:9, ഡി 1 സാമുവൽ 1:20. ഉത്തരം ഡി 1 സാമുവൽ 1:20. ചോദ്യം 94. കർത്താവിനെപ്പോലെ പരിശുദ്ധനായി മറ്റാരുമില്ല, കർത്താവല്ലാതെ മറ്റാരുമില്ല, നമ്മുടെ ദൈവത്തെപ്പോലെ സുസ്ഥിരമായ ഒരു ആശ്രയമില്ല. എ 1 സാമുവൽ 5:20, ബി 1 സാമുവൽ 2:2, സി 1 സാമുവൽ 6:10, ഡി 1 സാമുവൽ 1:21. ഉത്തരം ബി 1 സാമുവൽ 2:2. ചോദ്യം 95. തൻ്റെ വിശ്വസ്തരുടെ പാദങ്ങളെ അവിടുന്ന് കാക്കുന്നു, ദുഷ്ടന്മാർ അന്ധകാരത്തിൽ ഉപേക്ഷിക്കപ്പെടുന്നു, ശക്തിയാൽ ആരും പ്രബലനാകുന്നില്ല. എ 1 സാമുവൽ 5:21, ബി 1 സാമുവൽ 2:3, സി 1 സാമുവൽ 2:9, ഡി 1 സാമുവൽ 1:22. ഉത്തരം സി 1 സാമുവൽ 2:9. ചോദ്യം 96. കർത്താവ് അവനോട് പറഞ്ഞു, ഇസ്രായേൽ ജനതയോട് ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോകുകയാണ്, അത് കേൾക്കുന്നവൻ്റെ ഇരു ചെവികളും തരിച്ചു പോകും. എ 1 സാമുവൽ 5:22, ബി 1 സാമുവൽ 2:4, സി 1 സാമുവൽ 2:10, ഡി 1 സാമുവൽ 3:11. ഉത്തരം ഡി 1 സാമുവൽ 3:11. ചോദ്യം 97. കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം കൂടാരത്തിലെത്തിയപ്പോൾ ഇസ്രായേൽ മുഴുവൻ ആനന്ദം കൊണ്ട് ആർത്തു വിളിച്ചു, അത് ഭൂമിയിലെങ്ങും പ്രതിധ്വനിച്ചു. എ 1 സാമുവൽ 4:5, ബി 1 സാമുവൽ 2:5, സി 1 സാമുവൽ 2:11, ഡി 1 സാമുവൽ 3:12. ഉത്തരം എ 1 സാമുവൽ 4:5. ചോദ്യം 98. ഇത് കണ്ട് അഷ്ദോദിലെ ജനങ്ങൾ പറഞ്ഞു, ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ പേടകം നമ്മുടെ ഇടയിൽ ഇരിക്കേണ്ട, അവിടുത്തെ കരം നമ്മുടെയും നമ്മുടെ ദേവനായ ദാഗോൻ്റെയും മേൽ പ്രബലപ്പെട്ടിരിക്കുന്നു. എ 1 സാമുവൽ 4:6, ബി 1 സാമുവൽ 2:6, സി 1 സാമുവൽ 2:12, ഡി 1 സാമുവൽ 5:7. ഉത്തരം ഡി 1 സാമുവൽ 5:7. ചോദ്യം 99. ബെത്ഷെമെഷിലെ ആളുകൾ പറഞ്ഞു, കർത്താവിൻ്റെ സന്നിധിയിൽ, പരിശുദ്ധനായ ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കാൻ ആർക്ക് കഴിയും? നമ്മുടെ അടുത്തു നിന്ന് അവിടുത്തെ എങ്ങോട്ട് അയക്കും? എ 1 സാമുവൽ 4:7, ബി 1 സാമുവൽ 2:7, സി 1 സാമുവൽ 6:20, ഡി 1 സാമുവൽ 5:8. ഉത്തരം സി 1 സാമുവൽ 6:20. ചോദ്യം 100. സാമുവൽ ദഹനബലി അർപ്പിച്ചുകൊണ്ടിരിക്കവേ ഫിലിസ്തീയർ ഇസ്രായേലിനെ ആക്രമിക്കാൻ അടുത്തുകൊണ്ടിരുന്നു. കർത്താവ് ഭയങ്കരമായ ഒരു ഇടിനാദം മുഴക്കി ഫിലിസ്തീയരെ സംഭ്രാന്തരാക്കി. അവർ പലായനം ചെയ്തു. എ 1 സാമുവൽ 4:8, ബി 1 സാമുവൽ 7:10, സി 1 സാമുവൽ 6:21, ഡി 1 സാമുവൽ 5:9. ഉത്തരം ബി 1 സാമുവൽ 7:10. ഇതോടെ ഈ സെറ്റിലെ ചോദ്യങ്ങൾ അവസാനിക്കുകയാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. കർത്താവായ യേശുവിൻ്റെ കൃപ നാം ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ആമേൻ.